Hey guys, welcome back to NK. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രിവ്യൂ ഉണ്ടാവാറ് കിഡിലൻ CC എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. സോ അതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. സോ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഗൈസ്, അപ്പോൾ ഞാനിവിടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്ത ഒരു പ്രൊജക്ട് ഇതേപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്ടാംഗിൾ ഇതേപോലെ ആഡ് ചെയ്യുക, 3 ഡോട്ടിൽ വരിക, നമ്മൾ എന്ത് ചെയ്യുക, ഫിൽ സ്ക്രീൻ കൊടുക്കുക, എഫക്ട്സ്, ആഡ് എഫക്ട്സ്. സോ ഫസ്റ്റ് നമ്മൾ കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക. ദെൻ നമ്മൾ എഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരിക, കളർ ആൻഡ് ലൈറ്റിൽ വരിക. ഇവിടെ നമുക്ക് ഗ്രേഡിയന്റ് ഓവർലേ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ആണ് ഫസ്റ്റ് ആഡ് ചെയ്യേണ്ടത്. സോ അത് ഇതേപോലെ ആഡ് ചെയ്യുക. ദെൻ നമ്മൾ ഫസ്റ്റത്തെ കളർ വൈറ്റ് ആക്കി കൊടുക്കുക, രണ്ടാമത്തെ കളർ ഒന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കുക. ഓക്കെ, നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ സ്കെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് വന്നൊരു 1.5 കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ഇവിടെ താഴെയായിട്ട് ലീനിയർ എന്നുണ്ടാവും, അത് നമ്മൾ റേഡിയൽ ആക്കി കൊടുക്കുക. ദെൻ ബ്ലെൻഡിങ് മോഡ് വന്ന് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ആക്കി കൊടുക്കുക. ഓക്കെ, നമ്മൾ ബാക്ക് വരിക, എഗെയിൻ നമ്മൾ ആഡ് എഫക്റ്റിലേക്ക് വരിക, കളർ ആൻഡ് ലൈറ്റിൽ വരിക. ഇവിടെ നമ്മൾ എക്സ്പോഷർ ആൻഡ് ഗാമ എന്ന് പറഞ്ഞ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. സോ നിങ്ങളുടെ ക്ലിപ്പിൽ ആവശ്യത്തിൽ എക്സ്പോഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു എഫക്റ്റ് നമ്മൾ കുറച്ച് കൊടുത്താൽ മതി. എല്ലാ എക്സ്പോഷർ തീരെ ഇല്ലാത്ത ക്ലിപ്സ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള എക്സ്പോഷറും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒന്നൊരു 0.15 ആ ഒരു റേഞ്ചിൽ മാത്രമേ എക്സ്പോഷർ കൊടുക്കുന്നുള്ളൂ. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ബാക്ക് വരാം. സോ ഈ ഒരു 3 എഫക്റ്റ് മാത്രമാണ് നമ്മൾ ഇപ്പം ആഡ് ചെയ്യുന്നത്. അല്ല, ഈ ഒരു കുറച്ച് എഫക്ട്സ് കൂടി ഉണ്ട്, സോ മാറിപ്പോയി. ദെൻ എഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരാം, കളർ ആൻഡ് ലൈറ്റിൽ വരാം. നമ്മൾ എന്ത് ചെയ്യുക, സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് എന്ന് പറഞ്ഞ എഫക്റ്റ് ഉണ്ട്, അത് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടുകൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ സാച്ചുറേഷൻ്റെ വാല്യൂ ഒന്നൊരു +15 ആക്കാം. ഓക്കെ, ഒരു 15 കറക്റ്റ് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ വൈബ്രൻസിൻ്റെ വാല്യൂ ഒന്ന് ഒരു 1.05 ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മൾ ബാക്ക് വരിക, എഗെയിൻ നമ്മൾ ആഡ് എഫക്ട്സിലേക്ക് വരിക, ബ്ലറിൽ വരിക. നമ്മൾ ഷാർപ്പൻ എന്ന് പറഞ്ഞ എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഷാർപ്പൻ്റെ വാല്യൂ ഒന്ന് ഇവിടെ 1 ആയിരിക്കും ഉണ്ടാവുക, ഇത്ര നമുക്ക് വേണ്ട. നമ്മളൊരു 0.11 അതായത് 0.11 ആ ഒരു റേഞ്ചിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ റേഡിയസ് ഒന്നൊരു 3.3 സെറ്റ് ചെയ്ത് കൊടുക്കുക, ഒരു 3 ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യുക. ഇത് നമ്മൾ ബാക്ക് വരിക, എഗെയിൻ നമ്മൾ ആഡ് എഫക്ട്സിൽ വരിക, ബ്ലറിൽ വരിക. ഇതിൽ നമ്മൾ അൺഷാർപ്പ് മാസ്ക് എന്ന് പറഞ്ഞ എഫക്റ്റ് ഉണ്ട്, അത് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ അതിൻ്റെ സ്ട്രെങ്ത് വന്ന് ചേഞ്ച് ചെയ്യേണ്ടത് ഒരു 0.5 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരു 0.5 കറക്റ്റായി സെറ്റ് ചെയ്യുക. ഇതിൽ നമ്മൾ എമൗണ്ട് വന്ന് 50% ഉണ്ടാവുക, അത് നമ്മളൊരു 30% ഒന്ന് കുറച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ത്രഷോൾഡും വന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 20% കുറച്ച് കൊടുക്കുക. ഒരു 50% ആയിരിക്കും ഉണ്ടാവുക, അത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 20 ആക്കി കൊടുക്കുക. സോ ഇത്രയാണ് നമ്മുടെ ഒന്നാമത്തെ ലെയർ പറയുന്നത്. ഒന്നാമത്തെ റെക്റ്റാങ്കിൾ നമ്മൾ ഇത്രയും എഫക്ട്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ദെൻ നമുക്കിനി എന്ത് ചെയ്യുക, അടുത്ത രണ്ടാമത്തെ റെക്റ്റാങ്കിൾ ആഡ് ചെയ്യണം. സോ അതിനുവേണ്ടി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നമ്മൾ റെക്റ്റാങ്കിളിൽ വരിക, നമ്മൾ 3 ഡോട്ട് വരിക, അത് നമ്മൾ ഫിൽ സ്ക്രീൻ ആക്കി കൊടുക്കുക. ദെൻ നമ്മൾ എഗെയിൻ എഫക്ട്സ്, ആഡ് എഫക്ട്സ്, ഇതിൽ നമ്മൾ ഫസ്റ്റ് കോപ്പി ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് ആഡ് ചെയ്യേണ്ടത്. ദെൻ നമ്മൾ എഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് പോവുക, കളർ ആൻഡ് ലൈറ്റിലേക്ക് വരിക. ഇവിടെ നമുക്ക് ഹൈലൈറ്റ്സ് ആൻഡ് ഷാഡോസ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്, അത് വന്ന് ഇതേപോലെ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സിൽ ആഡ് ചെയ്യുക. ഇവിടെ വന്ന് നമുക്ക് 2 ഓപ്ഷൻ, അതായത് ഹൈലൈറ്റ്സും ഷാഡോസും സെറ്റ് ചെയ്യാണ്ട്. ഇതിൽ നമ്മൾ ഹൈലൈറ്റ്സ് വന്നൊരു 68%-ലേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക, അതായത് ഒരു 65 to 70%-ലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ ഷാഡോസ് വന്നൊരു 85 to 90%-ലേക്കും സെറ്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ 85 ആണ് കൊടുക്കുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ ക്ലിപ്പിനനുസരിച്ച് കസ്റ്റമൈസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ വേരിയേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക, ബാക്ക് വരാം. ദെൻ എഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരിക, കളർ ആൻഡ് ലൈറ്റിലേക്ക് വരിക. കളർ ആൻഡ് ലൈറ്റിൽ വന്ന ശേഷം നമ്മൾ കളർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ എഫക്റ്റാണ് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യേണ്ടത്. സോ അതിവിടെ ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സിൽ തന്നെ ആഡ് ചെയ്യുക. ഇതിൻ്റെയും വാല്യൂ വന്ന് നമ്മളൊരു 6920 ആ ഒരു റേഞ്ചിലാണ് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. സോ ഈ ഒരു വാല്യൂ ആണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഇതേപോലെ ഒരു ടോൺ കിട്ടും. നമ്മൾ ടിക്ക് ഓപ്ഷൻ കൊടുക്കുക, വേറെ ചേഞ്ചസ് ഒന്നുമില്ല. ദെൻ എഗെയിൻ നമ്മൾ ആഡ് എഫക്ട്സിലേക്ക് വരിക, നമ്മൾ ലൈറ്റ് ഗ്ലോ എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ലൈറ്റ് ഗ്ലോ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സെർച്ച് ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ എനിക്ക് ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അതിൻ്റെ ഫോണിൻ്റെ പ്രശ്നമാണ്, ഫോൺ അത്യാവശ്യം നല്ല കുറേ ആയി യൂസ് ചെയ്യുന്നതുകൊണ്ട് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ നമ്മൾ ലൈറ്റ് ഗ്ലോ ഇതേപോലെ ആഡ് ചെയ്യുക. ലൈറ്റ് ഗ്ലോ ആഡ് ചെയ്ത ശേഷം നമ്മളിതിൻ്റെ സ്ട്രെങ്ത് വന്നൊരു 0.9-ലേക്കൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത്, ഇതേപോലെ ഒരു 0.9-ലേക്കൊക്കെ സെറ്റ് ചെയ്യുക. ദെൻ നമ്മളിവിടെ താഴേക്ക് വന്ന ഇൻറ്റൻസിറ്റി പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അത് 1-ലായിരിക്കും ഉണ്ടാവുക, നമുക്ക് അത്ര വേണ്ട, ഒരു 0.11 ആ ഒരു റേഞ്ചിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ദെൻ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ബ്ലറിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യുക, 100%-ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിൽ നമ്മൾ ഇനി വേറെ ചേഞ്ചസ് ഒന്നും ചെയ്യുന്നില്ല. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, റെക്റ്റാങ്കിൾ 2-ലെ ഇത്ര എഫക്ട്സ് മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇത്ര എഫക്ട്സ് ആണ് നമ്മൾ റെക്റ്റാങ്കിൾ 2-ൽ ആഡ് ചെയ്യുന്നത്.
നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത റെക്റ്റാങ്കിൾ 3 അഗെയിൻ റെക്റ്റാങ്കിൾ ഇതേപോലെ 3 ഡോട്ട് ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫിൽ സ്ക്രീൻ കൊടുക്കുക. ഓക്കെ, over the edge, feel like I'm floating through the air. Pain I felt is paid for, all is said and done. Oh, I am restricted, fixed upon the web. I need to kick the habit that my mind is breathing in. Break out, I've got to see. Spent all my life holding all of it closely. I've made it innocent, a feel of discontent. I'm finally facing it all, fearless. Burning the bridge that keeps us. I'm here and I'm feeling fearless. Exaggerated, that's what you assume. The story's over now, I'm